റഷ്യൻ എണ്ണ കയറ്റുമതിക്കെതിരെ, അതായത് പല രാജ്യങ്ങളിലേക്കും റഷ്യ എണ്ണ വിതരണം നടത്തുന്നതിനെതിരെ ശക്തമായ ഉപരോധ നടപടികളുമായി വന്ന അമേരിക്ക ശരിക്കും ഉക്രൈൻ റഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു കടുത്ത നടപടിയെടുത്തത്. എന്നാൽ 28ഓളം പദ്ധതികളുമായി ബന്ധപ്പെട്ട് 28ഓളം മാനദണ്ഡങ്ങളുമായി ഉക്രൈൻ്റെ പ്രസിഡന്റായ വ്ളോഡിമിർ സെലൻസ്കിയെ സമീപിച്ചുകൊണ്ട് വൈറ്റ് ഹൗസ് കൃത്യമായ ആജ്ഞയാണ് കൊടുത്തത്. ഈ കരാറിൽ ഒപ്പുവെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു രീതിയിലും US-ഉമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് പുതുക്കില്ല. US ഉക്രൈന് നൽകി വരുന്ന സൈനിക സഹായം, മറ്റ് പല രീതിയിലുള്ള സഹായങ്ങൾ ഏകപക്ഷീയമായി നിർത്തലാക്കും. എന്നിട്ടും സെലൻസ്കിക്ക് തൻ്റെ രാജ്യത്തുള്ള പ്രധാനപ്പെട്ട സൈറ്റുകൾ, അതായത് റഷ്യ ഒക്കുപ്പൈഡ് ആയിട്ടുള്ള ടെറിട്ടറികൾ വിട്ടുകൊടുക്കാൻ മനസ്സ് വന്നില്ല. പക്ഷേ അതിൽ കാര്യമില്ല. യൂറോപ്യൻ യൂണിയനിൽ ജർമ്മനി അടക്കം പല രാജ്യങ്ങളും അമേരിക്കയുടെ നടപടി അപക്വമാണ്, റഷ്യയുടെ ഈ ഇൻവേഷൻ പുതിയൊരു സോവിയറ്റ് യൂണിയനിലേക്ക് വേണ്ടിയുള്ള തത്രപ്പാടാണ്, അതെന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ട്രംപ് ഇവിടെ യഥാർത്ഥത്തിൽ ട്രംപിനറിയാം, ഡോളറിൻ്റെ വില ഇടിയാൻ ബ്രിക്സ് സമാനമായ കറൻസി റഷ്യ ഇറക്കിയാൽ അത് വലിയ തോതിൽ മറ്റ് വ്യാപാരങ്ങൾ, ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ഇടപെടലുകൾ അത് പിന്നീട് വലിയ തോതിൽ ഡോളറിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പോഴത്തെ രീതി ആയിരിക്കില്ല, തൽസ്ഥിതി തുടരില്ല എന്നുള്ളത് നല്ലപോലെ ഡൊണാൾഡ് ട്രംപിന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളിൽ ട്രംപ് ഒരു അയവ് വരുത്തിയത്. ഉക്രൈന് സൈനിക സഹായവും മറ്റ് സഹായങ്ങളുമൊക്കെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒരുപോലെ നൽകി വരുമ്പോഴും ഉക്രൈൻ അതിശക്തമായിട്ടുള്ള തിരിച്ചടി നടത്തി എന്ന് വീരവാദം മുഴക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? 2022 തുടങ്ങിയ ആ സാഹചര്യമല്ല ഇപ്പോൾ. പ്രധാനപ്പെട്ട സൈറ്റുകൾ, ഉക്രൈൻ്റെ സൈറ്റുകളെല്ലാം റഷ്യ ആക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. റഷ്യയുടെ വലിയ രീതിയിലുള്ള അധിനിവേശം എല്ലാ മേഖലയിലും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അമേരിക്ക മനസ്സിലാക്കിയത്, അമേരിക്കയുടെ സൈനിക സഹായം ഇനി കൊടുത്താലും റഷ്യക്ക് മറ്റ് വഴികളുണ്ട്. റഷ്യ അറബ് രാജ്യങ്ങളെ കൂടി കൂട്ടുപിടിച്ചിരിക്കുകയാണ്. ഇതൊരു വേൾഡ് വാറിലേക്ക് പോകാൻ വരെ സാധ്യതയുള്ള രീതിയിൽ റഷ്യ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യ ഒന്നടങ്ങി എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് നിന്നും പഴയ സോവിയറ്റ് യൂണിയൻ്റെ പുനഃസൃഷ്ടിയിലേക്ക് തന്നെയാണ് പുടിൻ ചുവട് വയ്ക്കുന്നത്. അത് ഏതൊക്കെ തരത്തിലായിരിക്കും ബാധിക്കുക എന്നത് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഉക്രൈന് സഹായവും നൽകി ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അമേരിക്ക എടുത്താൽ അത് ദോഷം ചെയ്യും. അതിന് കൃത്യമായ കാരണമുണ്ടായത് ആങ്കറേജിൽ വെച്ച് നടത്തിയ മീറ്റിംഗാണ്. റഷ്യയുടെ നിലപാട് വളരെ പരുഷമായി അമേരിക്കയോട് അറിയിച്ചു. ഒരുപക്ഷെ അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും റഷ്യയുടെ അധിനിവേശ സ്വഭാവം തന്നെയാണ്. പക്ഷേ താൽക്കാലികമായെങ്കിലും റഷ്യയുടെ അധിനിവേശ സ്വഭാവം അത് എതിർക്കപ്പെടാതിരുന്നാൽ അത് കൂടുതൽ നാശനഷ്ടങ്ങളിലേക്ക് പോകില്ല എന്ന് മനസ്സിലാക്കിയാണ് അമേരിക്കയുടെ നീക്കം. അമേരിക്ക എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയോടും മറ്റ് പല രാജ്യങ്ങളോടും ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. അവരെല്ലാം മറ്റ് ബദൽ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. നമ്മുടെ രാജ്യം മാത്രമല്ല, റഷ്യയുമായി ബന്ധപ്പെട്ട് സൗഹൃദം സ്ഥാപിക്കുന്ന രാജ്യങ്ങളെയെല്ലാം ഭീഷണിയിലൂടെയും അതുപോലെ തന്നെ തിണ്ണമിടുക്കിൻ്റെയും ഭാഷയെടുത്തപ്പോൾ റഷ്യ ഒന്നുകൂടി കരുത്ത് കാണിച്ചു എന്നുള്ളതാണ് സത്യം.